ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു പിക്ചർ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ അകത്തൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതാ ഒരു പ്ലെയിൻ പാലറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ നമുക്ക് കിട്ടും. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഏത് പിക്ചറാണെന്ന് പറഞ്ഞാൽ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ ഇവിടെ ആയിരിക്കും ഇമ്പോർട്ട് ആവുന്നത്. നമുക്ക് ഇവിടെ ഇടണം. ഒന്നുകിൽ വലിച്ച് ഇങ്ങനെ ഇടാം, ഓക്കെ, അല്ലെങ്കിൽ വലിച്ചത് ഇങ്ങനെ ഇടാം. രണ്ടും സെയിം ആണ്. നടുക്കിട്ടാലും മതി, അല്ലെങ്കിൽ മീൻസ് അതിലിട്ടാലും മതി, ഇതിലിട്ടാലും മതി. അപ്പോൾ ഇതിലിട്ടാലും പ്രോബ്ലം ഒന്നുമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം ഫിറ്റ് ടു കോംബ്. കാരണം എന്താണ്, നമ്മളെ കോമ്പിൻ്റെ സൈസ് വേറെയാണ്, പിക്ചറിൻ്റെ സൈസ് വേറെയാണ്. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് ടു കോംബ് കൊടുത്തേ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്ന ഒരു പിക്ചർ. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്കിതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഇപ്പം ഞാനിപ്പം ഷിഫ്റ്റ് എന്ന് അടിച്ചു കഴിയുമ്പം ഷിഫ്റ്റ് ചാനൽസ് എന്ന് പറഞ്ഞ സംഭവം വരും. ട്രാക്കിങ്ങിൻ്റെ അകത്ത് ഷിഫ്റ്റ് ഇൻ ബൈ ട്രാക്കിങ്, അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഫുള്ളില്ല വെച്ചിരിക്കുന്നത് കണ്ടോ, ഫുള്ളില്ല വെച്ചിരിക്കുന്നത്. പിക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ഷിഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എവിടെയാണ് കിടക്കുന്ന ഇത്, എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്. അഥവാ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് എടുക്കാം. വിൻഡോയ്ക്കകത്ത് പോയി അതെല്ലാ സോഫ്റ്റ്വെയറും പോലെ തന്നെയാണ്. എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് അത് എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് എന്ന് പറഞ്ഞ സംഭവം അവൈലബിൾ ആയിരിക്കും. കണ്ടോ, ഓക്കെ. ഇനി ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഫോട്ടോഷോപ്പിൽ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾ G. പക്ഷെ ഇതിൽ ഗ്രൂപ്പ് ചെയ്യുന്ന അങ്ങനെയല്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രീ കമ്പോസ്. ഓക്കെ, പ്രീ കമ്പോസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ട് സംഭവങ്ങളുണ്ട്, മൂവ് ഓൾ ആട്രിബ്യൂട്ട്, ലീവ്. നമുക്കിപ്പോൾ ആട്രിബ്യൂട്ട് ഒന്നും അതിലോട്ട് കൊണ്ടൊന്നും പോകുന്നില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, വെറും ബ്ലാങ്ക് സംഭവമല്ലേ. ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും അനിമേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആട്രിബ്യൂട്ടോട് കൂടി അങ്ങ് വരും. അപ്പോൾ വേറെ ഒന്നും ഞാൻ പറയുന്നത്, ലീവ് ആട്രിബ്യൂട്ട് ഒന്നും വേണ്ട, എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഞാനങ്ങ് ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു അടയാളം മാറിയത് കണ്ടോ. അതായത് ഇത് ഗ്രൂപ്പാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുറത്ത് വരാം, മീൻസ് അകത്ത് കയറാം, വീണ്ടും പുറത്ത് വരാം. മനസ്സിലായോ, ഇതാണ് ഗ്രൂപ്പ്. മനസ്സിലായോ, കൺട്രോൾ G അടിക്കുമ്പോൾ ഉള്ള ഗ്രൂപ്പ് പോലെ തന്നെ. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഗ്രൂപ്പ് വരും, അതിനെ ക്ലോസ് ചെയ്യാം. വീണ്ടും വരാം, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്ത് വരുന്നത്. ഗ്രൂപ്പ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലേ അകത്ത് വരുള്ളൂ. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഗ്രൂപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കോമ്പിന് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പില്ല, പഴയ പോലെ ആയി. കണ്ടോ, അപ്പം ഞാൻ ഇതിനെ ഗ്രൂപ്പ് ആക്കാൻ പോവുകയാണ്. സോ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, പ്രീ കോംബ്, ലീവ് ഓൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലീവ് ചെയ്യുക എല്ലാത്തിനെയും. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് CHA ഇങ്ങനെ അടിക്കുമ്പോൾ എന്താണ് ആട്രിബ്യൂട്ട്, ആ ഒരു ആട്രിബ്യൂട്ട് ഇവിടെ വരും. എക്സ്ട്രാക്ട് അടിച്ചാൽ എക്സ്ട്രാക്ട് വരും. കണ്ടോ, കീ എക്സ്ട്രാക്ടർ, 3D എക്സ്ട്രാക്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഏതായിരുന്നു, ഷിഫ്റ്റ്. ഏതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ എഫക്റ്റ്, ഷിഫ്റ്റ് ചാനൽസ്. ഇത് കാണാൻ പഠിച്ചു വെച്ചേക്കണം, എഫക്ട്സ് എല്ലാം കാണാൻ പഠിച്ചു വെച്ചേക്കണം. ഷിഫ്റ്റ് ചാനൽസ് എന്നാണ് ഞാൻ ഈ പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ മീൻസ് എഫക്ട്സിൻ്റെ പേര്. അപ്പം SHIF എന്ന് അടിക്കുമ്പോൾ തന്നെ വരും, SHIF. കണ്ടോ, വന്നു. അപ്പം ഇതിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിനെ വലിക്കുക, ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇടുക, ഇവിടെ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇടുക. മനസ്സിലായോ? ഇപ്പം ഏതിലോട്ടാണ് ഡ്രാഗ് ചെയ്തിടുന്നത് അതിലോട്ട് ഡ്രാഗ് ചെയ്ത് ഇത് കൈയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഷിഫ്റ്റ് ചാനലിൻ്റെ അത് പല കാര്യങ്ങളും ഉണ്ട്. റെഡ്, ഗ്രീൻ, ബ്ലൂ. റെഡ്, ഗ്രീൻ, ബ്ലൂ അറിയാമല്ലോ, RGB. രണ്ടും കൂടെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഇത് വരുന്നത്. ഇതിപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയതുകൊണ്ട് തന്നെ റെഡ്, ഗ്രീനും ബ്ലൂവും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം, കുഴപ്പമില്ല. എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റായില്ല. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷിഫ്റ്റ് ചാനലിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ടേക്ക് ആൽഫ ഫ്രം, അത് വിട്ടയക്കുക. ടേക്ക് റെഡ് ഫ്രം റെഡ്. ഗ്രീനിനെ ഞാൻ ഫുൾ ഓഫ് ചെയ്തു, ബ്ലൂവിനെ ഞാൻ ഫുൾ ഓഫ് ചെയ്തു. ഇപ്പം എന്ത് പറ്റി, കളർ മാറി. ഫോട്ടോഷോപ്പിൻ്റെ സെയിം സംഭവം മനസ്സിലായല്ലോ. ഫോട്ടോഷോപ്പിൽ ചാനൽസിൽ പോയിട്ട് എല്ലാം ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവും സെയിം.
എന്നിട്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്നുണ്ട് ഇതെന്താണ് റെഡ്. സോ RED മേക്ക് ഇറ്റ് റെഡ്. റെഡ് ആയല്ലോ. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ Ctrl D അടിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വരും. റെഡ് നമ്മൾ റീനെയിം ചെയ്യുക. റെഡിനെ റീനെയിം ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ അടിക്കുക. ഗ്രീൻ അതെ, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണിത്. Ctrl D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആവും. Ctrl D ഡ്യൂപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് നമ്മൾ എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ എന്ന് അടിക്കാം. ഓക്കെ, അത് അങ്ങനെയല്ല, ഞാൻ ഈ റെഡിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ കീ അടിച്ചിട്ട് വെറുതെ റീനെയിം ചെയ്യുകയാണ്. ആക്ച്വലി അതിൻ്റെ അകത്ത് റെഡ് തന്നെയാണ് കിടക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. കണ്ടോ, ഇപ്പോഴും റെഡ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഗ്രീനിനെ എടുത്തിട്ട് ഞാൻ പറയാണ് ടേക്ക് ഗ്രീൻ ഫ്രം. എനിക്ക് ഗ്രീൻ തന്നെ വേണം. ഓക്കെ, പക്ഷേ ഇവിടെ മുകളിൽ താഴെയും റെഡും ഇതും കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ റെഡിനെ അങ്ങ് ഫുൾ ഓഫ് ആക്കും. ഓക്കെ, അപ്പോൾ എന്തായി, ഇതിൻ്റെ അകത്ത് റെഡും ഇതിൻ്റെ അകത്ത് ഗ്രീനും. കണ്ടോ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും, റെഡും ആൻഡ് ഗ്രീനും. പ്രത്യേകിച്ച് ഇല്ല, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമേജ് വരത്തില്ല. ഓക്കെ, ഇനി ഞാൻ ഈ ഗ്രീനിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രീനിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, Ctrl D അടിക്കുക. എന്നിട്ട് അതിന് നമുക്ക് ബ്ലൂ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, BLUE ബ്ലൂ. ഓക്കെ, എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രീൻ ആണ്. ഞാനതിന് ബ്ലൂവിനാണ് ഞാൻ ബ്ലൂ കൊടുക്കുക, അല്ലേ? ബ്ലൂ അല്ലേ നമ്മുടെ ചാനൽ. സോ മേക്ക് ഇറ്റ് ബ്ലൂ, ദെൻ ഗ്രീൻ ഫുൾ ഓഫ്. കണ്ടോ, രണ്ട് ഫുൾ ഓഫ് ആകുമ്പം ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിൻ്റെ ചേഞ്ച് നമുക്ക് കൃത്യതയോടുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓൺ ചെയ്യുക. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന മോഡുകൾ ഓർമ്മയുണ്ടോ? ആഡ്, മൾട്ടിപ്ലൈ ഓർമ്മയുണ്ടല്ലോ. അത് അഥവാ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടു, എക്സ്പാൻഡ് ഓർ കൊളാപ്സ് ദ ലെയർ സ്വിച്ച് പാനൽ. അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ മാറ്റുക, മേക്ക് ഇറ്റ് സ്ക്രീൻ, അല്ലെങ്കിൽ ആഡ്. ഏതാണ് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് അത് കൊടുക്കുക. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ലൈറ്റൻ കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ റെഡിനെയും ഗ്രീനിനെയും ഞാൻ എന്താക്കാം, സ്ക്രീൻ ആക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഴയതുപോലെ വന്നല്ലോ, അല്ലേ? ഇനി നമ്മൾ ചെയ്തത് പറഞ്ഞാൽ ഈ ബ്ലൂ ഉണ്ടല്ലോ, ഈ ബ്ലൂവിൻ്റെ അകത്ത് P അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് സ്വല്പം മൂവ് ചെയ്യാം. കണ്ടോ, P അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ ഒന്നും കൂടെ സ്ക്രീൻ ആക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, പഴയ പോലെ തന്നെ ആയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് P അടിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ ആക്റ്റീവ് ആവും. ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കൊടുത്തു. കണ്ടോ, അപ്പം ആ ഒരു ഏതാ വന്നത്, ബ്ലൂവിൻ്റെ ഒരു ടിൻറ്റ് വന്നു. ഇനി ഞാൻ ഗ്രീനിൻ്റെ അകത്ത് P അടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. കണ്ടോ, ഇനി റെഡിനെ വേണമെങ്കിൽ P അടിച്ചിട്ട് നമുക്ക് റെഡിന് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഗ്ലിച്ച് എഫക്റ്റ് കിട്ടി. കണ്ടോ, ഗ്ലിച്ച് എഫക്റ്റ് ഫോട്ടോഷോപ്പിൽ ചെയ്തതാണ് ഗ്ലിച്ച് എഫക്റ്റ്. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്ലിച്ച് എഫക്റ്റ് മാത്രം ചെയ്താൽ എനിക്കൊരു സുഖമില്ല. അപ്പോൾ ചെറിയൊരു അനിമേഷനും കൂടെ ചെയ്യാം. അപ്പോൾ അനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും അനിമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കോഡിംഗ് ഒക്കെ ഉണ്ട്, ചെറിയ എക്സ്പ്രഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പം ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വിഗിൾ എന്ന് പറഞ്ഞ എക്സ്പ്രഷനാണ്, WIGGLE വിഗിൾ. അത് കൺട്രോൾ ഹോൾഡ് ചെയ്താൽ ഇത് കണ്ടോ, ഇതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ അല്ല, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് ഇത് ആക്റ്റീവ് ആവും. കണ്ടോ, അതിൻ്റെ അകത്ത് ഞാൻ ടൈപ്പ് ചെയ്യാൻ WIGGL, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വിഗിൾ വന്നു. കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറയാണ് എനിക്കിതിൻ്റെ വാല്യൂ 5/10 കൊടുത്തു കമാൻഡ് പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, ഒരെണ്ണം കിടന്ന് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാണ് എനിക്കിത് മാത്രം പോരല്ലോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് വിഗിൾ കൊടുക്കാം. വിഗിളിൻ്റെ അകത്ത് ഞാനൊരു 5 അല്ലേ, 10/20 അല്ല, രണ്ടും എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സും വൈയും രണ്ട് ഭാഗവും വിഗിൾ ചെയ്യണം. കണ്ടോ, രണ്ടും വിഗിൾ ചെയ്യല്ലേ. അത് ഞാൻ കുറച്ചും കൂടെ കൂട്ടി, ആദ്യത്തെ കുറവായിരുന്നു. ഓക്കെ, ഇനി ഞാൻ സെലക്ട് ചെയ്ത് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തു, ദെൻ വിഗിൾ എടുത്ത് ഓപ്പൺ ആക്കി, ദെൻ 20 ഇത് വന്നു. ഇനി നമുക്കൊരു കാര്യം 2/8 കൊടുക്കാം. ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഏതാണ് നമ്മളെ വാല്യൂ അതിനനുസരിച്ച് അത് മൂവ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയേ,
മൊത്തം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആദ്യം ഏതാണ്? ബ്ലൂ ആണ്. ബ്ലൂവിന് പകരം ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിന് എടുത്തിടുക. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിനും ഒരേ ടൈപ്പ് വിഗിൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ സെലക്ട് ചെയ്തിട്ട് പി അടിക്കുക. പി എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രാവശ്യം എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞ് വീണ്ടും എക്സ്പ്രഷൻ അതിൽ തന്നെ ഇടരുത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പ്രഷൻസ് പൊസിഷൻ്റെ അകത്ത് എക്സ്പ്രഷൻ ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പൊസിഷൻ്റെ അകത്ത് എക്സ്പ്രഷൻ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഗ്രീനിൻ്റെ അകത്ത് എക്സ്പ്രഷൻ ഉണ്ടോ? ഇല്ല, അത് പോയി. അത് ക്ലിക്ക് ചെയ്യുക, വിഗിൾ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. വിഗിളിൻ്റെ അകത്ത് നമുക്ക് എത്ര കൊടുക്കാം? 5/10. എല്ലാത്തിനും നമുക്ക് 5/10 കൊടുക്കാം. അപ്പോൾ ഒരേ മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വരും. 5/10 ഇപ്പോൾ റെഡിൽ ഓപ്പൺ ചെയ്താലും 2/8 ആണ്. അതിനെ ഞാൻ 5/10 കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക, 5/10 ഡ്രാഗ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇതാകുമ്പോൾ ഒരു യൂണിഫോം മൂവ്മെൻ്റ് ആയിരിക്കും. കണ്ടോ? നേരത്തെ ഭയങ്കര അടിയായിരുന്നത് ഭയങ്കര ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരും, മനസ്സിലായില്ലേ? ആ ഒരു വിഗിൾ ചെയ്യുന്ന ആ ഒരു ഇത് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേറെ മെയിൻ സംഭവങ്ങളെല്ലാം കൊടുക്കാം. പൊസിഷന് മാത്രമേ ഞാൻ കീ ഇട്ടിട്ടുള്ളൂ, എനിക്ക് വേറെ എന്തിനു വേണമെങ്കിലും അനിമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്കെയിൽ അനിമേറ്റ് ചെയ്യാം. സ്കെയിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്കെയിലിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിലല്ല, അതിൻ്റെ അകത്ത് വിഗിൾ കൊടുത്തു നോക്കാം. അതിനകത്ത് വിഗിൾ ഉണ്ടെങ്കിൽ അതിലും വർക്ക് ചെയ്യും. സ്കെയിലിൻ്റെ അകത്ത് ഞാൻ വിഗിൾ കൊടുത്തേ. വിഗിൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ 2,3. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് ഇങ്ങോട്ട് സൂം ചെയ്ത് വരുന്നില്ലേ? ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ കോപ്പി ചെയ്യാം. അല്ല, ഇപ്പോൾ നമുക്ക് 2 മാറി നമുക്കൊരു 20 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ഏത് രീതിയിലുണ്ടെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇതിവിടെ 20 ആക്കി, ഞാനിവിടെ 2 ആക്കിയിട്ട് ഇവിടെ ഞാൻ 30 ആക്കി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, കണ്ടോ? ഇങ്ങനെയാവും, ഇങ്ങനെ സ്കെയിലാവും. അപ്പോൾ വിഗിൾ എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു സംഭവമാണ്. അത് നമുക്ക് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. 2/2 തന്നെയാണ് ഈ വിഗിൾ. ഇത് ഞാൻ കോപ്പി ചെയ്താൽ മതി, Ctrl+C, എന്നിട്ട് വീണ്ടും വരുന്നു. ഇതിൻ്റെ അകത്ത് ഏതാ? സ്കെയിൽ അല്ലേ? എസ് അടിക്കുക, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, Ctrl+V, കഴിഞ്ഞു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ? ആ ഒരു ചെറിയൊരു സ്കെയിലും കൂടെ നമുക്ക് കിട്ടും. വീണ്ടും ഇത് ഓഫ് ചെയ്യുന്നു, ഇത് ഓൺ ചെയ്യുന്നു, എസ് അടിക്കുന്നു, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക, Ctrl+V അടിക്കുന്നു, 2/2. കണ്ടോ? അപ്പോൾ ഈ രീതിയിലും നമുക്ക് ഇതിനെ അനിമേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റൊട്ടേറ്റിന് വിഗിൾ കൊടുക്കാം. എല്ലാത്തിനും നമുക്ക് വിഗിൾ കൊടുക്കാം. വിഗിൾ ഭയങ്കര കിടിലൊരു സംഭവമാണ്. റൊട്ടേഷൻ ഇട്ടിട്ട് റൊട്ടേഷൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വിഗിൾ കോപ്പി ചെയ്ത് വെച്ച് കൊടുത്തു. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. എന്നിട്ട് നമ്മൾ WIGG ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാണിക്കും. സെലക്ട് ചെയ്യുക, ദെൻ ഇതിൻ്റെ അകത്ത് 5/8 എന്ന് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ റൊട്ടേഷന് വിഗിൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2/2 കൊടുക്കാമേ. 2/2 കണ്ടോ? ഒരുപാട് വൃത്തിയേടായി പോയില്ലെങ്കിലേ, മനസ്സിലായ സംഭവം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലൂ മാത്രം ഞാനിപ്പം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂവിനെ മാത്രം എനിക്ക് സ്കെയിൽ ചെയ്തെന്നുണ്ടെങ്കിൽ എസ് അടിച്ചിടുക. കണ്ടോ? ഇങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇങ്ങനെ ആക്കിയിട്ട് അത് അങ്ങോട്ട് പോകുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് വിഗിൾ ചെയ്യാം. മനസ്സിലായോ? അത് നമ്മുടെ ഇഷ്ടം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്കെയിലിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വിഗിൾ വിഗിൾ 10,5 ഇതിങ്ങനെ ഇട്ടെന്ന് വിചാരിക്കുക. പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് സ്കെയിലല്ലാതെ കീ ഇടാമല്ലോ അല്ലേ? എസ് അടിച്ചിട്ട് എനിക്ക് അല്ലാതെ കീ ഇടാം. ഞാൻ സ്കെയിൽ അടിച്ചിട്ട് ഇങ്ങനെ വലുതാക്കാം, എന്നിട്ട് തിരിച്ചത് അങ്ങോട്ട് പോവാം. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ രണ്ടും വർക്ക് ചെയ്യും. വിഗിളും വർക്ക് ചെയ്യും, എന്നാൽ അത് സ്കെയിൽ ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഒന്നിൽ തന്നെ നമുക്ക് പല 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 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്ത് ആനിമേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷിഫ്റ്റ് ചാനൽ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ
ഈ ഒരു അനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുക്കുക.